ടെൻഷൻ വരില്ലേ? ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം, അതുകൊണ്ട് അമ്മ വേറെ കല്യാണം കഴിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴെങ്കിലും മക്കൾ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ചിന്നു പറയും. അപ്പൊ ചേച്ചിക്ക് ഉള്ളിനുള്ളിൽ അങ്ങനെ ഒരു ആരെങ്കിലും ഒരാൾ കൂടെ ലൈഫിലേക്ക് വേണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ തോന്നി തുടങ്ങുന്നുണ്ട്. അത് കാരണമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം മുന്നേ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും ഒരു കേസ് കാര്യങ്ങളൊക്കെ വന്നത് എല്ലാവരും അറിഞ്ഞൊരു കേസാണ്. അപ്പൊ ആ കേസ് വന്നതിന് ശേഷം ആ കേസ് കൊടുത്ത ലേഡി അല്ലെങ്കിൽ ആ ആക്ട്രസ് അല്ലെങ്കിൽ ആ സ്ത്രീ ആരാണ് എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ ഒരു മോശമായ രീതിയിൽ അത് നിശാശാരംഗാണ് ആ കേസ് കൊടുത്തത് എന്നുള്ള രീതിയിൽ കിടന്നിട്ട് ഇങ്ങനെ ഗോസിപ്പ് അടിച്ചു വിടുന്നുണ്ട് ചില ചാനലുകൾ നല്ല പക്കാ ഗോസിപ്പുകളാണ് അടിച്ചു വിടുന്നത്. ഞാൻ അതിന്റെ ഒരു തമ്മിലൊന്ന് വായിക്കാം. ബാലു വൃത്തികെട്ടവൻ ഇനി ഒപ്പം അഭിനയിക്കില്ല, തുറന്നടിച്ച് നീലു രംഗത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് പക്കാ ഗോസിപ്പാണ് സംസാരിക്കുന്നത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നാണ് എനിക്കന്ന് തോന്നിപ്പോയത് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത്. സീരിയസ്ലി ഭയങ്കര ഫ്ലോപ്പായിട്ട് തോന്നി. ഇതുപോലെ ഇല്ലാത്ത കഥ അടിച്ചിറക്കി പൈസ ഉണ്ടാക്കി തിന്നു കഴിഞ്ഞാൽ എല്ലിന്റെ ഇടയിൽ പോലും കയറത്തില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ആ രീതിയിൽ വൃത്തിയിട്ട സാധനങ്ങളാണ് ചിലവന്മാരെ പടച്ചുവിടുന്നത്. നിശാ സാരംഗാണ് ആ ആക്ട്രസ്, നിശാ സാരംഗാണ് ആ കേസ് കൊണ്ട് കൊടുത്തത്, നിശാ സാരംഗാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെയധികം മോശമായിട്ട് ഓരോ വീഡിയോസും പടച്ചു വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിന്റെ ഉപ്പുമുളകും എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിശാ സാരംഗ് ഇപ്പോൾ അവിടെ അഭിനയിക്കുന്നില്ല, അഭിനയം നിർത്തി എന്നുള്ളൊരു സാധനം കൂടി കറങ്ങുന്നുണ്ട് കമന്റ് ബോക്സിൽ. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കുറെ പേര് പറയുന്നുണ്ട് അത് നിശാ സാരംഗ് തന്നെയാണ് ആ സ്ത്രീ. അവർ ഡ്രസ്സ് മാറി കൊണ്ടുവന്നപ്പോഴാണ് ഉമാർ പോയി വീഡിയോ എടുക്കാൻ ശ്രമിച്ചതും മറ്റവൻ കയറി ബലം പ്രയോഗിച്ചത് എന്നൊക്കെ ഉള്ള രീതിയിലും സംസാരം വരുന്നുണ്ട്. കാരണം ഒരു SP എന്ന് പറയുന്ന ഒരു സാറ് വന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവർ മറ്റേ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതാണെന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഒരു കുഴഞ്ഞ ടൈപ്പിലായിപ്പോയി ഈ ഒരു വിഷയം. എന്തായാലും ആ ഗോസിപ്പ് ചാനലിൽ വന്ന ന്യൂസ് ആദ്യം ഒന്ന് കൊടുക്കാം. ശേഷം ഉപ്പുമുളക് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഉപ്പുമുളകിന്റെ നെടുന്തൂണാണ് ബാലുവും നീലുവും എന്ന് വേണമെങ്കിൽ പറയാം. ഏറെ നാളുകളായി ഉപ്പുമുളകും സീരിയലിൽ ഇവരുണ്ട്. ഇവരില്ലാത്ത ഒരു എപ്പിസോഡ് പോലുമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉപ്പുമുളകിലെ ഒരു നടി ബാലുവിനും ശ്രീകുമാറിനും എതിരെ കേസ് കൊടുത്തത്. ലൈംഗിക അതിക്രമത്തിന്റെ പേരിൽ നടി കാരവാനിൽ വസ്ത്രം മാറുമ്പോൾ ബാലു അത് വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയും ഇതേക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ശ്രീകുമാർ ഭീഷണിപ്പെടുത്തി എന്നുമാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതിനുശേഷം ഉപ്പുമുളകിൽ സെറ്റിൽ ആകെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപ് തനിക്ക് നേരിട്ട പല മോശം പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നീലുവാണ് സ്വരമുയർത്തിയെത്തിയത്. ഇപ്പോഴിതാ മറ്റൊരു നടി കൂടി ഈ പ്രശ്നത്തിന് ശേഷം ബാലുവും നീലുവും തമ്മിൽ ഒരു അകൽച്ച തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ചാനൽ അടിച്ചിറക്കുന്ന രീതി കാണുമ്പോൾ നീലു ആയത് നിശാ സാരംഗാണ്. അപ്പൊ നിശാ സാരംഗം ആണ് മുന്നേയും ഇതുപോലെ കേസ് കൊടുത്തിട്ടുള്ള. പിന്നെ കൂടെ നിൽക്കുന്ന വേറൊരു പെൺകുട്ടിയുടെ ഫോട്ടോയും കൂടി എടുത്ത് അങ്ങനെ ആ സമയത്ത് ആ ഡയലോഗ് പറയുന്ന സമയത്ത് പക്കയായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ആരായാലും വിചാരിക്കും അപ്പൊ ഈ നടി തന്നെയാണ് അത് പറഞ്ഞത്, കാരവാനിൽ ഡ്രസ്സ് മാറുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ശ്രമിച്ചത് ഈ നടിയെ തന്നെ എന്നുള്ളൊരു തോട്ട് ആൾക്കാരിലേക്ക് എത്തിക്കും. ഇങ്ങനെ ഗോസിപ്പ് അടിച്ചിറക്കുന്നത് ഭയങ്കര മോശമാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലത്തെ അവരാൽ തന്നെ ഗോസിപ്പ് അടിച്ചിറക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഭയങ്കര മോശം പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചാനൽ ഞാൻ എക്സാമ്പിളിന് എടുത്തെന്നുള്ളൂ, ഒരുപാട് ചാനൽ ഇതുപോലെ ഗോസിപ്പ് അടിച്ചിറക്കുന്നുണ്ട്. അവരാണ് ഇവരാണ് എന്നുള്ള രീതിയിൽ. നമ്മൾ എന്തിനാ അങ്ങനെ കൊണ്ട് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം ഇടുന്നത്? ആ യുവതി രംഗത്ത് വന്നിട്ടില്ല. ഏതാണ് ആ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ആ കേസ് കൊടുത്ത യുവതി രംഗത്ത് ഇതുവരെ വന്നിട്ടില്ല. അത് വരാത്തടത്തോളം കാലം നമുക്ക് ആരെയും ഡൗട്ട്ഫുൾ ആയിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ നല്ല ഉറപ്പോടെ പറയാൻ സാധിക്കുമെങ്കിൽ മാത്രം നമ്മൾ സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അതൊരു ചോദ്യചിഹ്നത്തിൽ തന്നെ ഇട്ടിരിക്കുക. ഇതിപ്പം നിശാ സാരംഗാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ചാനലുകാരുണ്ട്, വേറൊരു നടിയുടെ പേര് വെച്ചിട്ട് സംസാരിക്കുന്ന ചാനലുകാരുണ്ട്. അതൊക്കെ വളരെ മോശമാണ്. എന്തായാലും ഇതിന്റെ ബാക്കി നീലു ഇപ്പോൾ ഉപ്പുമുളകും സീരിയലിൽ നിന്നും മാറി നിൽക്കുകയാണ്. അത് മാത്രമല്ല ബാലുവിനെ അൺഫോളോയും ചെയ്ത് ഇത്തരത്തിൽ ഒരു കൂട്ടുകെട്ട് വേണ്ടെന്ന് തോന്നിയത് കൊണ്ടാകാം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇരുവരും തമ്മിൽ. ഏറ്റവും നല്ല സൗഹൃദം രണ്ടുപേരുടെയും കോമ്പിനേഷൻ വീഡിയോസിന് തന്നെ വലിയ രീതിയിലുള്ള ആരാധകരുമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ ഇനി എങ്ങനെ ബാലുവുമായി സഹകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. നിശാ സാരംഗ് ഇപ്പോൾ സീരിയലിൽ ഇല്ല. എല്ലാവരുടെയും ചോദ്യവും അതുതന്നെ. ഉപ്പുമുളകും ന്യൂ ഇയർ എപ്പിസോഡിൻ്റെ പ്രൊമോ പോലും വന്നില്ലല്ലോ. നിങ്ങളിനി ഒന്നിച്ചുണ്ടാകില്ലേ? വേർപിരിഞ്ഞോ? സീരിയൽ ഇനി നിർത്തുകയാണോ എന്നെല്ലാം ഉള്ള ചോദ്യവുമായിട്ടാണ് ഇപ്പോൾ ഉപ്പുമുളകിൻ്റെ ആരാധകർ നിശാ സാരംഗിൻ്റെ കമൻറ്റ് ബോക്സിൽ
കയറി ചോദിക്കുന്നത്. കമ്പി കഥ പറയണ പോലെയാണ് ഗോസിപ്പ് പിടിച്ചിറങ്ങുന്നത്. സത്യം അങ്ങനത്തെ ഒരു ടോണിലാണ് ഈ സംസാരം കേൾക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് കേട്ടിട്ട് അങ്ങനെയൊക്കെയല്ലേ തോന്നി? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്തായാലും കൊള്ളാടെ. ചുമ്മാ ഇരുന്ന് ഇങ്ങനെ 10 പടച്ചു വിടുമ്പോൾ ഒരു മനസ്സുഖം കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പടച്ചു വിടുന്നത്? അവരെ അഭിനയിക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ചിലപ്പോൾ അവരെന്തെങ്കിലും പേഴ്സണല് അവർക്ക് അവരുടേതായ ഇഷ്യൂസ് കാണും. ഇവരാരും രംഗത്ത് വന്ന് പറയാത്തിടത്തോളം കാലം നമുക്കിതൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കും പീഡിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇതൊന്നും ഒരിക്കലും ഒരു ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കേസല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇനി നിഷ സാരംഗിന്റെ ഒരു ഇന്റർവ്യൂവിൽ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കുക. ആ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ കുറച്ച് നമുക്ക് എന്തൊക്കെയോ ഒരു ഇത് തോന്നും. നമുക്ക് നോക്കാം. വരില്ലേ, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു കൂട്ട് വേണം, അതുകൊണ്ട് അമ്മ വേറെ കല്യാണം കഴിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴെങ്കിലും മക്കൾ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ചിന്നു പറയും അവള് കല്യാണം കഴിച്ച് പോകുന്നില്ല, അവൾ അമ്മ നോക്കിക്കോളാം. അത് ശരി. അങ്ങനെ പറയുമ്പോ അമ്മ സമ്മതിക്കോ? അവള് കല്യാണം കഴിക്കൂല എന്ന് പറയാം. കല്യാണം കഴിക്കണമെന്നേ ഞാൻ പറയാറുള്ളൂ. ആണ്. പക്ഷെ ഇവര് പറഞ്ഞെന്ന് വെച്ചിട്ട് ഇവരെ അനുസരിക്കാനൊന്നും ഞാൻ ചെയ്യാറില്ല. അവരെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അല്ലേ? അപ്പൊ ചേച്ചിക്ക് ഉള്ളിനുള്ളിൽ അങ്ങനെ ഒരു ആരെങ്കിലും ഒരാൾ കൂടെ ലൈഫിലേക്ക് വേണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ തോന്നി തുടങ്ങുന്നുണ്ട്. അത് കാരണമുണ്ട്. ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോ അവര് നമ്മുടെ ഒരു കാറ്റഗറി അല്ല. നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണമെന്ന് അവരോട് പറഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനും ഒരാൾ വേണം നമുക്ക് തോന്നി തുടങ്ങും. ഇവിടെ നിഷ സാരംഗ് ലൈഫിൽ അത്ര അങ്ങോട്ടൊരു സുഖകരമായ ജീവിതം അല്ല മുന്നോട്ട് നയിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം അവർക്കൊരു കമ്പാനിയൻഷിപ്പ് വേണം എന്നുള്ളൊരു രീതിയിലാണ് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ മക്കൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ നോക്കുമെന്നോ അല്ലെങ്കിൽ മക്കൾ എപ്പോഴും കൂടെ ഉണ്ടാവുമോ എന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കില്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. മക്കളുടേതായ ചില കാര്യങ്ങൾ അവർ എൻഗേജ് ആവും, അവർ കല്യാണം കഴിക്കും, കുടുംബജീവിതം ഒക്കെ നയിക്കും. അപ്പോൾ ഇവർ ഒറ്റയ്ക്കായിപ്പോകും. അപ്പോൾ ഇവർക്കൊരു കമ്പാനിയൻഷിപ്പ് വേണം എന്നുള്ളൊരു രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കണം, ഒരാളെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കല്യാണം കഴിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾ ഒരുമിച്ച് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക. അല്ലാണ്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നോ ആരെയും ബോധിപ്പിക്കാനോ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതമാണ്, നമ്മുടെ പ്രവൃത്തി കാരണം മറ്റൊരാൾക്ക് ദോഷം വരുന്നില്ല എങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കാം എന്നുള്ളൊരു ഓപ്ഷനാണ് എനിക്കും പറയാനുള്ളത്. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം, അല്ലാണ്ട് നമ്മളായിട്ട് മറ്റൊരാൾക്കൊരു ബാധ്യതയാവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഇല്ലേ, നമ്മൾ ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരയാൻ തുടങ്ങും ആ ടൈമില്. അത് ശരി ചേച്ചി, മക്കൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം നമ്മുടെ മക്കൾക്ക് വേറെ ജനറേഷൻ അല്ലേ. അവരെ പറയാം. ഇപ്പൊ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഓടി നടക്കുന്ന ഇത്രയും തിരക്കോടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ഇടവേളകളിൽ എനിക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് എപ്പോഴും നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആവശ്യമാണ്. അതില്ലാതെ വരുമ്പോ നമ്മള് ഞാൻ വീട്ടിലാണ് ആകെ വരണത്, വേറെ എവിടെയും പോണില്ലല്ലോ. അപ്പൊ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് ശരിയാ, നമ്മുടെ മൈൻഡ് മാറിപ്പോ. ഞാൻ പറഞ്ഞല്ലോ 50 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് എന്നെ ഹാപ്പി ആക്കി നിർത്തിയാൽ മാത്രമേ എന്റെ ഹെൽത്തിനെ എനിക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എന്നെ നോക്കണം. ചിഞ്ചുനോട് ഞാൻ വളരെ വിചിത്രമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. അമ്മേനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ ചിഞ്ചു എന്തായിരിക്കും നോക്കുക ആ ആളെ കുറിച്ച്? അമ്മേനെ സ്നേഹിക്കുന്ന, അമ്മേനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അമ്മയുടെ പണത്തിനെ സ്നേഹിച്ചോണ്ടോ അല്ലെങ്കിൽ ഫെയിമിനെ സ്നേഹിച്ചോണ്ടോ എന്ന ആളല്ല. അതാണെങ്കിൽ റിജക്ട് ചെയ്യും, ചിലപ്പോ വഴക്കിടും. അതല്ലാണ്ട് അങ്ങനെ ഒരു റിയൽ ആയിട്ട് ഒരാൾ വന്ന് അക്സെപ്റ്റ് ചെയ്യാം. അമ്മേനെ നോക്കണം. അത് ശരിയാ. അമ്മയ്ക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ അറിയില്ല. മണ്ടത്തരം ചെയ്തു. കാര്യങ്ങളുടെ ഇരിപ്പുവശങ്ങളൊക്കെ ഇങ്ങനെയാണ്. അത്യാവശ്യം വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഗോസിപ്പൊന്നും അടിച്ചിറക്കാതിരിക്കുക, അവർ ജീവിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കുറേ അധികം സാധനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നെ പീഡിപ്പിച്ചെന്ന്. ഇങ്ങനെ വന്നിട്ട് അവസാനം എല്ലാം വെള്ളത്തിൽ വിട്ട കുമിള പോലെ പോയി അല്ലേ? എല്ലാം അങ്ങനെ തന്നെ പോയി. കുറേ എണ്ണം ഉട്ടായ്പകളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം കണ്ടതാണ്, എക്സ്പോസ് ചെയ്തതുമാണ്. ഈ ഒരു കേസിൽ ആ ഒരു കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അന്ന് നിവിൻ പോളി വന്നിട്ട് നല്ല ചങ്കൂറ്റത്തോടെ സംസാരിച്ച് എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം വന്ന സ്പോട്ടിൽ തന്നെ പ്രസ് മീറ്റൊക്കെ വിളിച്ചു കൂട്ടി ഹരെ വാ എന്നുള്ള രീതിയിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ എവിടെ നിന്നും സംസാരിക്കാനുള്ള ഒരു ഗട്ട്സ് നമുക്ക് വേണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലേ, നമ്മൾ കട്ടൊക്കെ അങ്ങ് നിൽക്കുക, അല്ലാണ്ട് അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. നമ്മൾ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. അതാണ് അതിൻ്റെ മറ്റൊരു സത്യാവസ്ഥ. അത് മനസ്സിലാക്കി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബിജു സോപാനായാലും ശ്രീകുമാറായാലും രംഗത്ത് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒളിച്ചിരിക്കും തോറും നിങ്ങളെ ആൾക്കാരെ സംശയിക്കും, ഡൗട്ട്ഫുള്ളാവും. അന്ന് നിവിൻ പോളി സ്പോട്ടിൽ വന്ന് പ്രതികരിച്ചപ്പോൾ ജനങ്ങളെല്ലാം അവൻ്റെ കൂടെയാണ് നിന്ന്. കാരണം അവൻ ചങ്കൂറ്റത്തോടെ ചിരിച്ചും കൊണ്ടുവന്ന്
അങ്ങനെയാണെങ്കിൽ തെളിയിക്കണം, തെളിയിച്ച് പറയണ പണിയാ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അത് പറഞ്ഞ് തെളിയിക്കുക തന്നെ ചെയ്യണം, അല്ലാണ്ട് ഒളിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ഇടണം.